കയറി. സാർ, എന്നെ അടിക്കരുത് സാർ. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നതാണ് സാർ. എന്നെ വിടണം സാർ. പക്ഷേ നിന്നെ ജീവപര്യന്തം ശിക്ഷിച്ചേ അടങ്ങും സാർ. ഞാൻ നിരപരാധിയാണ് സാർ. എന്നെ ഉപദ്രവിക്കരുത് സാർ. നിന്നെ ഈ ഓഗസ്റ്റ് 15 വിട്ടയക്കാൻ കൽപ്പന വന്നതായിരുന്നു. പക്ഷെ നിന്നെ ഞാൻ ഇനി ജീവപര്യന്തം ശിക്ഷിച്ചേ അടങ്ങും. നടക്കടാ, നടക്കാൻ. ഇവനെ ഇപ്പോൾ അവസാനിപ്പിച്ചുകൂടാ. ജീവിതകാലം മുഴുവൻ ഇവൻ ദുഃഖിക്കണം. എന്നിട്ട് ഒടുവിൽ സ്വന്തം മകൻ തന്നെ ഈ പിച്ചാത്തി ഇവന്റെ നെഞ്ചിൽ കയറ്റി. കുട്ടപ്പ, ഈ കൈകളിൽ കിടത്തി നിന്നെ ഞാൻ വളർത്തിയത് പ്രതികാരം നടത്തുവാനായിട്ടാണ്. എന്താച്ചാ? ഇതാരുടെ ഫോട്ടോ അച്ഛാ? ഇതെന്റെ ശത്രുവിന്റെ ഫോട്ടോയാണ്. അച്ഛാ, എന്നെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് ഇയാൾ സർക്കാരിലെ ഞാൻ നിരപരാധിയാണെന്ന് ആണയിട്ടിട്ടും 28 കൊല്ലം മുമ്പാണത്. പക്ഷേ ഈശ്വരൻ എന്നെ രക്ഷപ്പെടുത്തി. ഇവനോട് പകരം വീട്ടാൻ നീ അത് നടത്തണം. എവിടെയാണ് അയാൾ? ഇപ്പോൾ കിഴക്കൻ മലയോരത്ത് കല്ലടൻ ചന്തയ്ക്ക് കിഴക്ക് നീങ്ങി എങ്ങോ
അച്ഛാ അച്ഛാ എങ്ങോ അച്ഛാ 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 28 വർഷങ്ങളായി ഈ ഫോട്ടോ ഇവിടെ തൂക്കിയിട്ട്. നമ്മുടെ കുഞ്ഞിനെ മടിയിലിരുത്തി എന്നോട് പ്രതികാരം ചെയ്യാൻ വേലപ്പനെടുത്ത് അയച്ചു തന്നതാണ് ഈ ഫോട്ടോ. സരസ്വതി, ഞാനിതിവിടെ തൂക്കിയത് ഈ ഫോട്ടോ കണ്ടിട്ടുള്ള ആരെങ്കിലും വെളിയിൽ വേലപ്പനെ തിരിച്ചറിഞ്ഞാലോ എന്ന് കരുതിയാണ്. അത് ഇതുവരെ ഉണ്ടായില്ല. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ചെയ്ത തെറ്റിന്റെ ഫലം ഇന്നും നമ്മൾ അനുഭവിക്കുന്നു. എന്നെ നന്നായി അറിയാവുന്ന സരസ്വതിയാണോ ഈ പറയുന്നത്? അങ്ങയെ കുറ്റപ്പെടുത്തി പറയുകയല്ല. നീതിക്കും ന്യായത്തിനും വേണ്ടി നിന്നപ്പോൾ ഭാര്യയും കുട്ടികളും ഉണ്ടെന്ന് അങ്ങ് ഓർത്തില്ല. ഓർക്കാത്തത് കൊണ്ടല്ല സരസ്വതി, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു. അതിന്റെ ഫലം ഈശ്വരൻ ഈ രീതിയിൽ തരുമെന്ന് ഞാൻ കരുതിയില്ല. വേലപ്പൻ നിരപരാധിയായിരിക്കാം. അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. ശിക്ഷിക്കാൻ വിധിച്ച് ജയിലിൽ വരുന്ന ജയിൽ പുള്ളി എന്നും എന്റെ കണ്ണിൽ കുറ്റവാളിയാണ്. നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു ജീവിതമാണ്. സമ്മതിക്കുന്നു സരസ്വതിയും, സമ്മതിക്കുന്നു. വർഷങ്ങളായുള്ള നമ്മുടെ വേദന ആരറിയുന്നു? നമ്മുടെ മോനിന്നുണ്ടായിരുന്നെങ്കിൽ. ഈശ്വരൻ നിനക്ക് രഘുവാണെന്ന് തോന്നുന്നു. നിന്റെ ഇരിപ്പും ഭാവവും കണ്ടാൽ അവൻ ദുഃഖിക്കും. വാ മോനെ, ഉച്ചയ്ക്ക് 3 മണിക്കാണോ ഊണ് കഴിക്കുന്നത്? കല്ലിളം മാർക്കറ്റിനടുത്ത് ഒരു അന്വേഷണത്തിന് പോയമ്മേ. വിശേഷമൊക്കെ പിന്നെ പറയാം. വാ, ഊണ് കഴിക്കാൻ വാ. സാമ്പാർ ഒന്നാന്തരമായിട്ടുണ്ടമ്മേ. എന്താമ്മേ? ഒന്നുമില്ല മോനെ, നീ ഊണ് കഴിക്ക്. കുറച്ചുകൂടെ സാമ്പാർ ഒഴിക്കട്ടെ? വേണ്ടമ്മേ, അമ്മയുടെ മുഖത്ത് ഈ മാറ്റം എന്താണെന്നറിയാതെ എനിക്കൊന്നും വേണ്ട. നീ വാശി പിടിക്കാതെ ഊണ് കഴിക്ക്. അമ്മയ്ക്കൊന്നുമില്ല. എന്നോട് നുണ പറയാതമ്മേ. അമ്മയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? പറയൂ, എന്തുണ്ടായി? ഞാൻ നേരം വൈകി ഉണ്ണാമെന്നുണ്ടാ? നീ ഒരു തെറ്റും ചെയ്തില്ല മോനെ. അമ്മ എന്തോ ഓർത്തുപോയതാണ്. പിന്നെ ഇന്നേക്ക് 28 വർഷങ്ങൾക്ക് മുമ്പാണ് നിന്റെ ചേട്ടനെ കാണാതായത്. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ശരിയാണ് അമ്മ പറഞ്ഞത്. ചേട്ടനൊന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ശക്തിയാകുമായിരുന്നു. ഞാൻ അതേപ്പറ്റി ഓർത്ത് ദുഃഖിക്കാത്ത ദിവസങ്ങളില്ല. എന്തു ചെയ്യാം? വിധി.